കാലം അദ്ദേഹം കൗൺസിലറായിരുന്ന ആളാണ്. അദ്ദേഹം BJP-യിലേക്ക് കുറച്ചു കാലം മുമ്പ് വന്ന് BJP-യായിട്ട് സഹകരിക്കുന്നത്. അപ്പോൾ ഇത്തരം ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ അതൊരു ബാഡ് ഇമേജ് BJP-ക്ക് ഉണ്ടാക്കും എന്നുള്ളൊരു ഭീതി അവർക്കുണ്ട്. 2, തിരുവനന്തപുരം നഗരസഭയിലെ 101 വാർഡുകളിലും ഈ ജന അറിയുന്ന കാൻഡിഡേറ്റ്സ് BJP-യുടെ കയ്യിൽ കുറവാണെന്നുള്ളതൊരു സത്യമാണ്. ആ സത്യം പാർട്ടിയും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടാവണം ഒരുപക്ഷെ ഈ കോൺഗ്രസ് വന്ന ആളുകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കാൻ തീരുമാനം എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതവരുടെ വിജയത്തിനെ സ്വാധീനിക്കും, തർക്കമൊന്നും വേണ്ടത്. അല്ല, പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ശബരിനാഥിനെ പ്രഖ്യാപിച്ചു, വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. മുരളീധരൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു ഉണർവിലോട്ട് പോകുന്നതാണോ ഈ കോൺഗ്രസിൽ നിന്ന് വന്ന നേതാക്കൾക്ക് BJP പ്രാധാന്യം നൽകുന്നത് എന്ന് ഞാൻ കരുതുന്നു. ആശങ്കയുണ്ടോ BJP? അല്ല, എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നഗരസഭയിലെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ്. ആകെ 10 സീറ്റാണ് നിലവിൽ അവർക്കുള്ളത്. ഈ 10-ൽ നിന്നും 51 സീറ്റിലേക്ക് ജയിപ്പിച്ചിട്ടുള്ള അത്ഭുത പ്രവർത്തനം ശബരിനാഥന്റെ കയ്യിലുമില്ല, മുരളീധരന്റെ കയ്യിലുമില്ല. മുരളീധരൻ ഇപ്പോൾ കോൺഗ്രസിൽ ഈ പറഞ്ഞ ഒരു തോൽവി മാത്രം ഏറ്റുവാങ്ങി ഇമേജ് എല്ലാം നഷ്ടപ്പെട്ടെടുക്കുന്ന ഒരു നേതാവാണ്. ശബരിനാഥന് സമാനം. മുരളീധരൻ അതാണ് ലക്ഷ്യമിടുന്നത്, നിയമ മോഡൽ. തങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും BJP-യെ തടയുക. അത് ഒരുപക്ഷെ